ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നെങ്കിലും ഞങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധാത്മാവിന്റെ കൃപാദ്യങ്ങൾ കാഴ്ചവെക്കാൻ ഞങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, പ്രാർത്ഥന എടുക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പ്രാർത്ഥന കേൾക്കണമേ, പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവമായിരിക്കുന്ന വിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പരിശുദ്ധ ജനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സഹോദരന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഏറ്റവും നിർമ്മലയായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിരക്തിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മംഗമരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രക്ഷിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കർത്താവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, 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 കർത്താവ് ക്ഷമിക്കണമേ, കർത്താവേ ഞങ്ങൾ പ്രാർത്ഥനയിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കുന്നേ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ കർത്താവെ പൂർണ്ണ മനസ്സോടെ പക്കലിരിക്കുന്ന ഈ കുടുംബത്തെ കുടുംബത്തെ നിത്യകരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളെയും മുദ്രകളൊന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ശിക്ഷയുടെ യോഗ്യതകൾ തന്നല്ലേ. അമ്മേ പരിശുദ്ധരാജ്ഞി ബന്ധപ്പെട്ട മക്കളായ കണ്ണീരുടെ താഴ്വരയിലും കരുതുന്നൊക്കെ വളർന്നൊരുപ്പെടുന്നു. ആ കഴിഞ്ഞ മാധ്യസ്ഥയുടെ കണ്ണീരിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനശേഷം അവരുടെ തിരുത്തരേഖ ഫലമായി ഈശോയെ കാണിച്ചറിയണമേ. കണ്ണീർ വാത്സല്യം മാതൃകാൻ പറയുമേ. അമ്മേ ഉപേക്ഷിക്കണമേ. ശരീരവും പരിശുദ്ധാത്മാവിന്റെ
അങ്ങേ ദൈവത്തിന് യോഗ്യമായ പീഠമായിരിക്കാൻ അതിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശോയുടെ യോഗ്യതകളെ ഭാഗ്യപ്പെട്ട മാതൃകത്തെ ഞങ്ങളുടെ നഷ്ടങ്ങളിൽ ഭാര്യയുടെ സഹായം അപേക്ഷിച്ചതിന് ശേഷം അങ്ങേ മധ്യസ്ഥയെ ഞങ്ങളിപ്പോൾ മതശരണത്തോടെ യാചിക്കുന്നു. അങ്ങേ ശക്തിയാലും അഭിവൃദ്ധിയാലും നമ്മുടെ ആവശ്യങ്ങളെ ഞങ്ങളെ സഹായിക്കണമെന്നും തിരുക്കുടുംബത്തിന്റെ എത്രയും സ്നേഹമുള്ള പിതാവേ, അബദ്ധത്തിനെ വർഷത്തിനെ മരണത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ എത്രയും വല്ലഭനായ പാലക അന്ധകാര ശക്തിയോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ. അങ്ങൊരിക്കലും ഈശോയെ മരണകരമായ അപകടത്തിൽ നിന്ന് ഞങ്ങളെ എത്രയും മാതാവിൻ്റെ അമ്മയെ നിങ്ങൾ അമ്മയുടെ സംഘത്തിലൂടെ ഒന്ന് സഹായം നേടിയ മാതൃ അപേക്ഷയിൽ നിങ്ങൾ ഉപേക്ഷിച്ച ലോകത്തിൽ പറ്റത്തില്ല നന്ദി ഓർക്കണമേ. കന്യാകനികയുടെ മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട കാത്തുകൊണ്ടെങ്കിൽ സന്നിധി മക്കൾക്ക് തമ്മിലാണ് മനോണത്തെ മോക്ഷത്തിൽ ഉണ്ടായിരിക്കണമേ. അതിനായിട്ട് ആഹാരം തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കപ്പെടുത്തരുത്. പരിശോധനമേലും ബ്രാൻഡമ്മേ, പാപിയില്ല ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് എന്ന ബ്രാൻഡ് അപേക്ഷിക്കണമേ. ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അതിൽപ്പെടുത്തരുത് അന്വേഷിക്കണമേ. പരിശോധനമേലും ബ്രാൻഡമ്മേ, പാപിയില്ല ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് ബ്രാൻഡ് അപേക്ഷിക്കണമേ. അന്ന് നേടുന്ന ആഹാരം തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അതിൽപ്പെടുത്തരുത് അന്വേഷിക്കണമേ. പരിശോധനമേലും ബ്രാൻഡമ്മേ, പാപിയില്ല ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് ബ്രാൻഡ് അപേക്ഷിക്കണമേ.
Glory.
സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സകല വിപത്തുകളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. അങ്ങനെ മനസ്സിലും ശരീരത്തിലും ഒന്നുപോലെ മോചിതനായി അങ്ങേക്കുള്ളവ സ്വതന്ത്ര മനസ്സോടെ ഞങ്ങൾ മുഞ്ചലുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന് 17-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ഏലിയ പ്രവാചകൻ സരഫാത്തിലേക്ക് മടങ്ങി. പട്ടണ കവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ടു. അവൻ അടുത്തു ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു. അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു, കുറച്ച് അപ്പവും കൊണ്ടുവരിക. അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണ്, എൻ്റെ കയ്യിൽ അപ്പമില്ല. ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്.
അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം അതിൽ നിന്ന് ചെറിയ ഒരപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം. പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യുന്നത് വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു. ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയതുമില്ല. കർത്താവിന്റെ വചനം. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ്. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു. വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. കർത്താവ് അന്ധരുടെ കണ്ണ് തുറക്കുന്നു. അവിടുന്ന് നിലംപറ്റവരെ എഴുന്നേൽപ്പിക്കുന്നു. അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴുന്നു. സിയോനെ, നിന്റെ ദൈവം തലമുറകളോളം വാഴും. കർത്താവിനെ സ്തുതിക്കുവിൻ. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. ഹെബ്രായർക്ക് എഴുത്തുകാർ എഴുതിയ ലേഖനത്തിൽ നിന്ന് 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുടെ പ്രതിരൂപവുമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാനും സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത്. അത് പ്രധാന പുരോഹിതൻ തൻ്റേതല്ലാത്ത രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നത് പോലെ പല പ്രാവശ്യം തന്നെ സമർപ്പിക്കാനായിരുന്നില്ല. ആയിരുന്നെങ്കിൽ ലോകാരംഭം മുതൽ അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും. പാപപരിഹാരത്വമല്ല, തന്നെ ആകാശപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ തെറ്റിലായ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഹല്ലേലൂയ. Hallelujah.
ക്രിസ്തുവിന്റെയ വിശുദ്ധ സുവിശേഷത്തിൽ അക്കാലത്ത് ഈശോ ഇങ്ങനെ പഠിപ്പിച്ചു: നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. നീണ്ട മേലങ്കികൾ ധരിച്ച് നടക്കുവാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കുവാനും സിനഗോഗുകളിൽ മുഖ്യ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പു നാണയങ്ങൾ ഇട്ടു. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സെയിന്റ് ജോർജ് കുടുംബ യൂണിറ്റ് ഭാരവാഹികളെ, അംഗങ്ങളെ, സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്നത് 2 തരം ആളുകളെ കുറിച്ച്. ഒന്ന് ഫരിസേയർ. അവർ നീണ്ട മേലങ്കി ധരിക്കുവാനും പൊതു ഇടങ്ങളിൽ അഭിവാദ്യങ്ങൾ സ്വീകരിക്കുവാനും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങൾ സ്വീകരിക്കുവാനും വിരുന്നുകളിൽ അഗ്രസ്ഥാനങ്ങൾ കീഴടക്കുവാനും ആഗ്രഹിക്കുന്നു. ഇവരെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ട് ഈശോ പറയുന്നത് വിധവയായ ഒരു സ്ത്രീയുടെ കാണിക്കയെ കുറിച്ചാണ്. ഇവർ 2 ചെമ്പ് നാണയങ്ങൾ ഈ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നു. ഈശോ ഇവളുടെ കാണിക്കയെ പ്രശംസിച്ച് സംസാരിക്കുകയാണ്. മറ്റുള്ളവർ ഈ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച കാണിക്കകൾ മോശമെന്നല്ല ഈശോ പറഞ്ഞു വയ്ക്കുന്നത്. മറ്റുള്ളവർക്ക് അവരുടെ സമൃദ്ധിയിൽ നിന്ന് നൽകുവാനുള്ള മനസ്സെങ്കിലും കാണിച്ചു. ഒന്നും നൽകാത്തവരെക്കാളും അല്പം ഭേദപ്പെട്ട ആളുകൾ. എന്നാൽ ഈ വിധവയായ സ്ത്രീ, അവൾക്കുള്ള മുഴുവൻ ഉപജീവനമാണ് ഈ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത്. കാരണം അവൾക്ക് വേറെ ആശ്രയമൊന്നുമില്ല. അവളുടെ ഉപജീവനത്തിനുള്ള മുഴുവനും ഈശോയിൽ സമർപ്പിക്കുമ്പോൾ അവൾ പറഞ്ഞു വയ്ക്കുന്ന കാര്യമുണ്ട്: മനുഷ്യരൊക്കെ ബലമെന്ന് കരുതി ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നത് അവൾ കർത്താവിന് വിട്ടുകൊടുത്തിട്ട്, എന്റെ ബലം കർത്താവാണ്, ഈശോയാണ്, ദൈവമാണ് എന്നുള്ള ശക്തമായ സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഈശോ ഇവിടെ പ്രശംസിക്കുന്നത്. കാരണം അവൾക്കുള്ളതെല്ലാം ഭണ്ഡാരത്തിൽ, ദേവാലയത്തിൽ നിക്ഷേപിക്കുമ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യമുണ്ട്. എന്നാൽ കർത്താവ് ഇവളെ പ്രശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇനി ഇവൾ എന്ത് ചെയ്യും? ഇവർ ഇനി ദാരിദ്ര്യത്തിൽ കടന്നു പോകുമോ?
പട്ടിണിയിൽ കടന്നു പോകുമോ? ഇല്ല എന്ന് പഴയ നിയമം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അങ്ങനെയാണ് BC 9-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അവിടെ ഇസ്രായേലിലെ രാജാവ് വലിയ തെറ്റ് ചെയ്യുകയാണ്. ഈ രാജാവ് അന്യദേവന്മാരെ ആരാധിക്കുകയും അന്യദേവന്മാർക്ക് ബലി അർപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി ദൈവം ഈ ഇസ്രായേൽ ദേശത്തോട് കോപിക്കുകയും മഴയും മഞ്ഞും ഒന്നുമില്ലാതെ വരൾച്ചയുടെ വലിയ നാടുകളിലേക്ക് ഇസ്രായേൽക്കാർ കടന്നു പോവുകയാണ്. അത് BC 9-ൽ സംഭവിക്കുന്നതാണ്. അങ്ങനെ നാട്ടിലേക്കും കൊടും വരൾച്ച, പാനം ചെയ്യുവാൻ വെള്ളമോ ഭക്ഷിക്കുവാൻ ഭക്ഷണമോ ഇല്ലാതെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഏലിയ എന്ന പ്രവാചകൻ ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചിട്ട് പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് ഓടുകയാണ്. സ്വന്തം ജീവൻ രക്ഷിക്കുവാനായി അവൻ ഓടുകയാണ്. അങ്ങനെ അവൻ ഓടി ചെന്നെത്തുന്നത് ഒരു നഗര കവാടത്തിലാണ്. അവിടെയാണ് സറഫാത്തിലെ വിധവയെ ഈ പ്രവാചകൻ കാണുന്നത്. തന്റെ പ്രാണരക്ഷാർത്ഥം ജീവൻ രക്ഷിക്കുവാനായി ഏലിയ പ്രവാചകൻ സറഫാത്ത് എന്ന നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ കാണുന്നത് അവിടെയുള്ള വിധവ ചുള്ളിക്കമ്പുകൾ പിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ചുള്ളിക്കമ്പുകൾ പിറക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിധവയോട് ഏലിയ പ്രവാചകൻ പറയുകയാണ്, എനിക്ക് ഭക്ഷിക്കുവാൻ അപ്പം തരിക എന്ന്. ഉടനെ തന്നെ ഈ വിധവയായ സ്ത്രീ ഈ പ്രവാചകനോട് പ്രത്യുത്തരിക്കുകയാണ്, നിന്റെ ദൈവമായ കർത്താവാണ് സത്യം. എന്റെ ഭവനത്തിൽ, എന്റെ കുടിലിൽ ഒരു കലത്തിൽ ഒരു പിടി മാവ്, കുടത്തിൽ അല്പം എണ്ണയും മാത്രമേ ഉള്ളൂ. കലത്തിൽ ഒരു പിടി മാവ്, കുടത്തിൽ ഒരല്പം എണ്ണയും മാത്രമേ ഉള്ളൂ. അത് എനിക്കും എന്റെ മകനും ഭക്ഷിക്കുവാൻ പോലും തികയുകയില്ല. ഇനി ഞങ്ങൾ ഭക്ഷിക്കുവാനായി ഒരുക്കിയിരിക്കുന്ന ആ മാവ് അപ്പമായി തയ്യാറാക്കുവാനായി അവൾ ചുള്ളികൾ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ പറയുകയാണ്, ഇത് ഭക്ഷിച്ചിട്ട് ഞാനും എന്റെ മകനും മരിക്കുവാൻ പോകുകയാണ്. കാരണം അവളുടെ ഒടുവിലത്തെ ഭക്ഷണമാണ് അവൾ സ്വീകരിക്കുവാൻ പോകുന്നത്. തന്റെ മകൻ പട്ടിണി കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് അവൾക്ക് കാണുവാനുള്ള കെൽപ്പില്ലാത്തത് കൊണ്ട് സ്വയം ഭക്തിയിലേക്കുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഒടുവിലത്തെ ഭക്ഷണം ഭക്ഷിക്കുവാനായി തയ്യാറായി കൊണ്ടിരിക്കുന്ന ഒരു വിധവയായ സ്ത്രീ. പ്രിയമുള്ളവരെ, ഒടുവിലത്തെ അപ്പം പോലും ഈ ഏലിയ പ്രവാചകൻ ചോദിക്കുകയാണ്. ചില മനുഷ്യരൊക്കെ അങ്ങനെയാണ്, ഒന്നിനു പുറകെ ഒന്നായി ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി ഒത്തിരി സഹനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും അതും കർത്താവ് ചോദിക്കുന്നു. അബ്രഹാമിന് മക്കളുണ്ടായിരുന്നില്ല. വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു, ഇസഹാക്ക്. ഉടനെ തന്നെ ആ മകൻ പറക്കുമെത്തിക്കഴിയുമ്പോൾ ദൈവം ചോദിക്കുന്നു ആ കുഞ്ഞിനെ ബലിയർപ്പിക്കുക എന്ന്. ഇതുപോലെയാണ് അവസാനത്തെ ഭക്ഷണം തന്റെ മകന് തയ്യാറാക്കി കൊടുത്തിട്ട് ഈ ലോക ജീവിതം വെടിയുവാൻ തീരുമാനിച്ചിരിക്കുന്ന ആ വിധവയോട് വന്നിട്ടാണ്, നിന്റെ ആ ഒടുവിലത്തെ അത്താഴം ഭക്ഷണം അത് എനിക്ക് തരിക എന്ന് ഏലിയ പ്രവാചകൻ പറയുന്നത്. പ്രിയമുള്ളവരെ, സ്വന്തം മകന് വേണ്ടി അവസാനത്തേതായി നീക്കിവെച്ചിരുന്ന ആ ഒരു പിടിമാവ് എടുത്തുകൊണ്ട്, ആ ഒരു കുടത്തിലെ അല്പം എണ്ണ എടുത്തുകൊണ്ട് അവൾ പ്രവാചകന് വേണ്ടി ഭക്ഷണം ഒരുക്കുന്നുണ്ട്. പ്രവാചകന് ദാനമായി അവൾ നൽകുന്നുണ്ട്. പിന്നീട് വചനം എഴുതി വയ്ക്കുകയാണ്, ആ വരൾച്ചയുടെ കാലം കഴിയുന്നത് വരെ അവളുടെ കലത്തിലെ മാവ്
തീർന്നു പോയിട്ടില്ല, അവളുടെ കുടത്തിലെ എണ്ണ വറ്റിപ്പോയിട്ടില്ല എന്ന്. അവളുടെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, അവളുടെ കുടത്തിലെ എണ്ണ വറ്റിപ്പോയില്ല എന്ന്. പ്രിയമുള്ളവരെ, കർത്താവിന് നൽകുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ ഒരു ചുവട് വയ്ക്കുമ്പോൾ, നിന്റെ ജീവിതത്തിലേക്ക് അറിയാത്ത വഴികളിലൂടെ കർത്താവ് കുറഞ്ഞത് 7 ചുവടെങ്കിലും തിരിച്ചു വയ്ക്കും. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സന്നിധിയിലേക്ക് മനസ്സറിഞ്ഞ് ഒരു പിടി നീ നൽകുന്നുണ്ടോ? ഒത്തിരി കൈവരങ്ങൾ കർത്താവ് നിനക്കായി ഒരുക്കിയിട്ടുണ്ടാകും തിരികെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ വിധവയുടെ കാണിക്ക അവളെ കൂടുതൽ സമ്പന്നയാക്കി പിന്നീട് തീർച്ചയായും തീർത്തിട്ടുണ്ടായിരിക്കും. അതിനുള്ള ഉദാഹരണമാണ് ഒന്നാമത്തെ വായനയിൽ സറഫാത്തിലെ വിധവ അവളുടെ അവസാനത്തെ ഒരു പിടി മാവ്, ഒരൽപ്പം എണ്ണ, അതുപോലും ദൈവത്തിന്റെ പുരുഷനായി പ്രവാചകൻ അരുളി ചെയ്യുന്നതനുസരിച്ച് അവന് ദാനമായി ദൈവത്തിനായി വച്ചു നീട്ടുമ്പോൾ അവളുടെ കലത്തിലെ മാവ് പിന്നീട് തീർന്നു പോകുന്നില്ല, അവളുടെ കുടത്തിലെ എണ്ണ പിന്നീട് വറ്റിപ്പോകുന്നില്ല. ദൈവം നമ്മെ സംരക്ഷിക്കുന്ന വഴികൾ, ദൈവം നമ്മെ പരിപാലിക്കുന്ന വഴികൾ, അത് അനന്തമാണ്. ഒന്നു മാത്രം നമുക്ക് ആവശ്യം, കർത്താവിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, പ്രത്യാശിക്കുക. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏകദൈവത്തിലുള്ള വിശ്വാസം ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പിതാവിനെ വിശ്വസിക്കുന്നു. എല്ലാവരും മുമ്പ് പിതാവിനെ ജനിച്ചവരുമായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവരെയും സൃഷ്ടിക്കപ്പെടാത്തതും പിതാവായ സത്യദൈവമായ അവിടുന്ന് സർവ്വം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് സ്വീകാരത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യും. ജീവിക്കുന്നവരെയും മനുഷ്യരെയും പിടിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജാസനം ഉണ്ടാവുകയില്ല. കർത്താവ് ജീവിതാവും പിതാവും പുറപ്പെടുന്നവരും പിതാവിനോടൊപ്പം പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാരും സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളുടെ ബോധത്തിനായുള്ള ഏകനാസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരെയൊപ്പം വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ നിമിഷം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, മാനവരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരമായി തന്റെ ഏകജാതന് ബലിയായി നൽകിയ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ വീണ്ടും വരവിന് യഥായോഗ്യം സ്വീകരിക്കാൻ ആവശ്യമായ സുഹൃതങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മെസ്സിഹായുടെ വീണ്ടും വരവിനെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന തിരുസഭയ്ക്കും തനയർക്കും ആത്മീയ നേതൃത്വം നൽകുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും അതിരൂപതാധ്യക്ഷൻ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെയും ഇടവക വികാരി ജിബി മാതിരിപ്പിള്ളിയച്ഛനെയും തങ്ങളുടെ ദൗത്യ നിർവഹണത്തിന് ആവശ്യമായ ആത്മശക്തിയാലും ബഹുമുഖ പ്രതിഭകളാലും സമ്പന്നമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇല്ലായ്മയിൽ നിന്നും ഉള്ളത് മുഴുവൻ നൽകി ദൈവസന്നിധിയിൽ പരിപൂർണത കൈവരിച്ച
കുടുംബങ്ങളെ പോലെ ഞങ്ങളുടെ ഈ ചെറു ജീവിതവും പങ്കുവയ്പ്പിന്റെയും ദൈവസ്നേഹത്തിന്റെയും നീർച്ചാലുകളായി തീരുവാൻ കൃപയേകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യനായകനെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇഹലോക ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ സഹനങ്ങളെയും തകർച്ചകളെയും രോഗങ്ങളെയും ഇല്ലായ്മകളെയും കുരിശിലെ നൊമ്പരങ്ങളോട് ചേർത്ത് സമർപ്പിക്കുന്നു. കനിവിന്റെ കരങ്ങൾ നീട്ടണമേ, സൗഖ്യം പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് അങ്ങേ പക്കലേക്ക് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഉറ്റവരെയും ബന്ധുമിത്രാദികളെയും മറ്റെല്ലാ പരേതരെയും അങ്ങേ പരമവിരുന്നിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളും അർച്ചനകളും അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങൾ നൽകുന്ന ദാനങ്ങൾ ദേവാലയ ഭണ്ഡാരത്തിലേക്കല്ല, അങ്ങയുടെ ഹൃദയ ഭണ്ഡാരത്തിലേക്കുള്ള ആത്മാർത്ഥതയുള്ള കാണിക്കകളായി സ്വീകരിക്കണമേ. ഇന്ന് ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സെന്റ് ജോർജ് കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, അംഗങ്ങൾ, ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന ശ്രവിച്ച് കനിവാർന്ന് ആശീർവദിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. Thank you.
പ്രിയമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ ദിവ്യബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, അർപ്പിക്കപ്പെട്ട ഈ ബലിവസ്തുക്കൾ സംപ്രീതിയോടെ അങ്ങ് കടാക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രന്റെ പീഡാസഹന രഹസ്യത്താൽ ഞങ്ങൾ ആഘോഷിക്കുന്നത് ഭക്തി സ്നേഹത്തോടെ ചെല്ലുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവീൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അളവില്ലാത്ത മഹത്വം അങ്ങയുടേത് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ അങ്ങേ ദൈവീകതയാൽ മർത്യരായവരെ അങ്ങ് സഹായിച്ചു. ഞങ്ങളുടെ മർത്യതയ്ക്ക് തന്നെ പ്രതിവിധി നൽകുകയും നാശത്തിൽ നിബന്ധിച്ച് എല്ലാവരെയും ഏതു വഴിയാണോ അവർ വീണുപോയത് അതേ വഴി നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ രക്ഷിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും അഭിരാമം ആലപിക്കുന്നു.
അങ്ങേ ആത്മാവാൽ മലിനം പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വനങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമരസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. ദിവ്യകാരുണ്യമേ, ആരാധന. ദിവ്യകാരുണ്യമേ, വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും അങ്ങേ കൽപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും അങ്ങ് ചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവേ ഒന്നായി ചേർക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഈ സമയം ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനോടും വൈദിക ഗണത്തോടും അത് സഭയങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കുകയാണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടന സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേ കർത്താവിനെ പഠിപ്പിച്ച പ്രാർത്ഥന പ്രത്യാശയോടെ ആലപിക്കാം.
കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായം ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തിരക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ദൈവത്തിൻ കുഞ്ഞാടിനാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ ദിവ്യമം ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. ശരീരവും രക്തവും നമ്മിവരെയും നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
നമ്മുടെ ഇടവക പൗത്യത്തല രാജ്യത്തെയും മിനി രാജ്യത്തെയും മകൻ റിച്ചു
വീട്ടിൽ സേവറിന്റെയും റോസി സേവറിന്റെയും മകൻ ഗ്രേഷ്യസ് സേവറിന്റെയും ഉദയംപേരൂർ നിത്യസഹായ മാതാപ്പള്ളിയുടെ വക കൊയ്ക്കാരൻ പറമ്പിൽ യേശുദാസിന്റെയും സോനിയുടെയും മകൾ രഞ്ജയും തമ്മിൽ വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. നമ്മുടെ ഇടവക ജോണിന്റെയും മേഴ്സിയുടെയും മകൻ മനുവും നമ്മുടെ ഇടവക PP മത്തായുടെയും വത്സരുടെയും മകൾ അനുവും തമ്മിൽ വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. നമ്മുടെ ഇടവക സേവറിന്റെയും ലിയനയുടെയും മകൻ ഫ്രെഡി സേവറും കുരിക്കാട് സെന്റ് ജൂഡ് ഇടവക പീറ്ററിന്റെയും ഗ്ലാൻസിയുടെയും മകൾ ലിയയും തമ്മിൽ വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് ഒന്നാമത്തെ അറിയിപ്പാകുന്നു. ഈ വിവാഹത്തിന് എന്തെങ്കിലും കാര്യമായ തടസ്സമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വികാരിച്ച് അറിയിക്കേണ്ടതാണ്. അറിയിപ്പുകൾ. ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് ഭക്തി നിർഭരമായി ദൈവവചന വായനയിലൂടെയും കാഴ്ചവെപ്പ് സമർപ്പണത്തിലൂടെയും വിശ്വാസികളുടെ പ്രാർത്ഥനയിലൂടെയും നേതൃത്വം വഹിച്ച സെന്റ് ജോർജ് കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, അംഗങ്ങൾ എന്നിവർക്ക് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഇന്നലെ വൈകിട്ട് ഈ പള്ളിയും പരിസരവും വൃത്തിയാക്കുകയും ചെയ്ത ഗോഡ്ഫ്രീ പോൾ, ആനി ഗോഡ്ഫ്രീ, ഷീല പോൾ, തങ്കമ്മ, സിംല റോമേ എന്നിവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അൾത്താരയിൽ ഒരുക്കിയിരിക്കുന്ന പുഷ്പങ്ങൾ പതിവ് പോലെ സ്പോൺസർ ചെയ്തതും ഒരുക്കിയതും കൂടാരപ്പള്ളി ഷൈനും കുടുംബാംഗങ്ങളുമാണ്. അവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച 6:30 ദിവ്യബലിക്ക് നേതൃത്വം വഹിക്കേണ്ടത് സെന്റ് ആന്റണീസ് യൂണിറ്റ് നമ്പർ 10 കുടുംബ യൂണിറ്റ് ഭാരവാഹികളും അംഗങ്ങളുമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ 6:30 ദിവ്യബലിക്കുള്ള സ്വസ്ത്ര കാഴ്ച 4560 രൂപ, കാഴ്ചവെച്ച തുക 1710 രൂപ. പ്രിയമുള്ളവരെ, നവംബർ മാസം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 6:30 ഈ ദേവാലയത്തിലും വൈകിട്ട് 6 മണിക്ക് സെമിത്തേരി ചാപ്പലിലും വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നതാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പരിപാലനയും കാരുണ്യവുമൊക്കെ വളരെ കൂടുതലായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമായി സെമിത്തേരിയുടെ പുനർനിർമ്മാണമൊക്കെ നടത്തപ്പെടുന്ന ആ കാലയളവ് ചരിത്രത്തിൽ ആദ്യമായി 5 ന്യൂനമർദ്ദങ്ങൾ കാലാവസ്ഥ പ്രവചിച്ചത് അത് 2021 5 ന്യൂനമർദ്ദങ്ങൾ ഒരുമിച്ച് ഒരൊറ്റ മാസത്തിൽ പ്രവചിക്കപ്പെട്ട സംസാരിക്കപ്പെട്ട കാലയളവ് നമ്മൾ എടുത്തു നോക്കിയാൽ കണ്ടിട്ടില്ല. അത്രയേറെ മഴയുടെ കെടുതികളും പേമാരികളുമൊക്കെ ഉണ്ടാവുകയും പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്ത ഒരു സമയമാണ്. പക്ഷേങ്കിലും വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥതയിൽ കർത്താവിൻ്റെ വലിയ പരിപാലനം കൊണ്ട് സെമിത്തേരിയുടെ പുനർനിർമ്മാണമെല്ലാം പൂർത്തീകരിക്കുവാൻ സാധിച്ചു. ഒത്തിരി വലിയ സന്മനസ്സുള്ളവരുടെ കൃപയാലാണ് അത് പൂർത്തീകരിക്കുവാൻ സാധിച്ചത്. സാമ്പത്തികമായി സഹായം നൽകിയവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പറയുകയാണ്. സെന്റ് മേരീസ് യൂണിറ്റിൽ നിന്ന് കർത്തയെടുത്ത് റോമി 5000 രൂപ, കർഗപ്പറമ്പിൽ റോക്കസ് 5000, തട്ടാശ്ശേരി തോമസ് 10000, കുറുപ്പശ്ശേരി ചാക്കോ 5000, കാനേരപ്പറമ്പിൽ KC ആന്റണി 3000, സെന്റ് തെരേസാസ് യൂണിറ്റിൽ നിന്നും കേളംതറയിൽ ജോസഫ് ജോർജ് 5000, പരവരാഗത്ത് PD സെബാസ്റ്റ്യൻ 11000, തേരുള്ളിൽ ലിജോ നാൻസി 10000 രൂപ,
സെന്റ് സിൽവേഴ്സ് യൂണിറ്റിൽ നിന്നും വലിയ പറമ്പിൽ കാസ്പർ സെബാസ്റ്റ്യൻ 10,000, തൊട്ടിയിൽ ഷോണി 1000, മാളിയേക്കൽ ജൂഡ് ഡിസിൽവ 500, വെട്ടുകാട്ടിൽ സാലൂസ് ഫ്രാൻസിസ് 1500, സെയിന്റ് മൈക്കിൾസ് യൂണിറ്റിൽ നിന്നും പള്ളിപ്പറമ്പിൽ ദീപു പി ജോർജ് 5000, കൊറ്റിയത്ത് ആന്റണി 3000, കടവന്ത്ര അഗസ്റ്റിൻ 1500, സെന്റ് ജോസഫ് യൂണിറ്റിൽ നിന്നും പുത്തൻ വീട്ടിൽ കിഴക്കിയതിൽ വി ഉണ്ണി 15,000, പഴംപിള്ളി റാഫേൽ 3000, സെന്റ് അഗസ്റ്റിൻ യൂണിറ്റിൽ നിന്നും പനക്കൽ തോമസ് 500, പുളിപ്പറമ്പിൽ ജോസഫ് 500, കണക്കശ്ശേരി സക്കറിയ 2000, കണിച്ചാട്ടുകുഴിയിൽ അനൂജ് 5000, ചൂടക്കൽ ഫ്രാൻസിസ് 1000, പീടികത്തറ ജെയിംസ് 4000, പാണേക്കാട്ട് ആന്റണി 1500, കൊല്ലപ്പറമ്പിൽ സിറി 2000, കൊല്ലപ്പറമ്പിൽ സിറിൽ 2000, പാണേക്കാട്ട് ആന്റണി 1500, കൂടാരപ്പള്ളി ജോസഫ് 1500, പുട്ടിലിത്തറ ആന്റണി 2000, തടത്തിപ്പറമ്പിൽ ബിജു 1000, മനയിൽ അന്റോണിനോസ് 30,000, സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിൽ നിന്ന് വാളംപുള്ളിത്തറ സെബാസ്റ്റ്യൻ 1000, മൂലംകുഴിയിൽ വില്യംസ് 2000, പുത്തൻ വീട്ടിൽ റോയ് 5000, സെന്റ് ജോർജ് യൂണിറ്റിൽ നിന്നും കരുണാലയം രഞ്ജിത്ത് ആന്റണി 12,000, കണച്ചക്കനാട്ട് ഗോഡ്ഫ്രീ 2000, ചാല വീട്ടിൽ ജോയ് 500, ആലുപ്പിള്ളിൽ ആന്റണി റോമി 1000, പുതിയ പറമ്പിൽ ഏലിയാമ ഹെർബർട്ട് 1000, പുതിയ പറമ്പിൽ സാജൻ ഫിഗറസ് 500, സെന്റ് ആന്റണീസ് യൂണിറ്റിൽ നിന്നും കുരുകുന്തറ ഫ്രാൻസിസ് സേവിയർ 2000, കൂടാരപ്പള്ളി ഷൈൻ 22,700 രൂപ, കമലത്തിൽ സുന്ദർരാജ് 5000, പുട്ടിലിത്തറ ജോബി 3000. മറ്റ് ഇടവകകളിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകിയവർ കോളരിക്കൽ തോമസ് സുനിൽ ആൻഡ് ഗാനപ്രിയ 10,000 രൂപ, സണ്ണി 2,500 രൂപ, സത്യഭാമ 200 രൂപ, മാതിരപ്പള്ളി ജോർജ് വൈപ്പിൻ 26,175 രൂപ. നമ്മുടെ ഈ ഇടവകയിൽ നിന്നും സെമിട്രി പുനർനിർമ്മാണത്തിന് നൽകപ്പെട്ട തുക സെന്റ് ആന്റണീസ് ചർച്ച് എലിയാകുന്ന 50,000 രൂപ, പാരിഷ് പ്രീസ്റ്റ് വികാരിയച്ഛൻ നൽകിയത് 40,000 രൂപ. അങ്ങനെ ആകെ നമുക്ക് വരവ് ലഭിച്ചിരിക്കുന്നത് 3,32,075 രൂപയാണ്. ചെലവ് 3,659 സ്ക്വയർ ഫീറ്റ്. ക്വാർട്ടർ എമൗണ്ട് ഇന്റർലോക്സ് ബ്രിക്സ് പ്രോജക്റ്റിന്റെ മുഴുവൻ തുക വിത്ത് ലേബർ 2,56,130 രൂപ. മെറ്റീരിയൽസും ലേബറും എല്ലാം ഒരുമിച്ചാണ്. പെയിന്റിംഗ് ജോലിയൊക്കെ നടത്തപ്പെട്ടു. വിനോദിന്റെയും സിജിയുടെയും നേതൃത്വത്തിൽ അവർ വേതനവും പ്രതിഫലവും ഒന്നും വാങ്ങിക്കാതെ മെറ്റീരിയൽസിന്റെ മാത്രമാണ് 14,615 രൂപ. ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് അതിൻ്റെ ജോലിയെല്ലാം ഒരു പ്രതിഫലം വാങ്ങാതെ നിർവഹിച്ചത് കൊച്ചുപറമ്പിൽ ടോണി അഗസ്റ്റിൻ പഴമ്പള്ളി. വിത്തൗട്ട് ലേബർ 24,407. പ്ലാസ്റ്റിക് കവറ് കട്ട വിരിച്ചതിന് കീഴിൽ മുഴുവൻ വിരിച്ചിട്ടുണ്ട്. 4,895 രൂപ. ഭക്ഷണം ശ്രമദാനക്കാർക്ക് 3,428. മാൻ പവർ ഗ്രൗണ്ട് ലെവൽ ചെയ്യുന്നതിന് നമ്മൾ ഹിന്ദിക്കാരെയൊക്കെ വിളിച്ച് അതിനുള്ള മാൻ പവർ തുക 4,300. 15 റെഡ് പാം പ്ലാന്റ്സും ഒരു ഗോൾഡൻ ബാംബു പ്ലാന്റും 17,000 രൂപ. JCB ചാർജ് 3,600. സിമിട്രി കപ്പേള റെനോവേഷൻ മെറ്റീരിയൽസ് 2,700. ആകെ ചിലവ് 3,32,075. ആകെ വരവ് 3,32,075. വിശദ വിവരങ്ങൾ അടങ്ങിയ ലിസ്റ്റ് നോട്ടീസ് ബോർഡിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നന്ദിയുടെ ഒരു വാക്ക്. ഇലക്ട്രിക്കൽ വർക്ക്
എല്ലാം നിർവഹിച്ചത് യാതൊരു പ്രതിഫലവും വാങ്ങാതെ, അതുപോലെ ജോലിക്ക് പോകാതെ നമ്മുടെ ഈ ദേവാലയത്തിൽ സെമിത്തേരിയിൽ ആയിരുന്നു കൊണ്ട് ഇലക്ട്രിക്കൽ വർക്ക് രാത്രി 1 മണി വരെയും പകൽ സമയം മുഴുവനുമൊക്കെ നിർവഹിച്ചത് നമ്മുടെ ഈ ഇടവകയുടെ അസിസ്റ്റന്റ് കപ്പേർമാരായ കൊച്ചു പറമ്പിൽ ടോണിയും പഴപ്പള്ളി അഗസ്റ്റിനുമാണ്. ഇവരുടെ വലിയ മനസ്സിന് ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ സെമിത്തേരിയിൽ കല്ലറകളെല്ലാം വൈറ്റ് പെയിന്റ് അടിച്ചിരിക്കുന്നത് കണ്ടു. അതുപോലെ നമ്മുടെ സെമിത്തേരി മതിലുകളും എല്ലാ ഇടങ്ങളും തേച്ച് കഴുകി അതൊക്കെ ഭംഗിയായി പെയിന്റ് അടിച്ചത് നമ്മുടെ ഇടവക അംഗങ്ങളായ വിനോദ്, സിജി, സെനീഷ്, ജെയ്സൺ, അങ്ങനെ ഒത്തിരി ആളുകളാണ്. ഇവർക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പെയിന്റിംഗ് ജോലിയെല്ലാം പ്രതിഫലം കൂടാതെ നിർവഹിച്ച സിജിക്കും വിനോദനും നന്ദി അർപ്പിക്കുകയാണ്. സെമിത്തേരി ചാപ്പലിലെ ആ ഒരു ചാപ്പലിലെ എസ്തെറ്റിക് വർക്ക് ദിവസങ്ങൾ എടുത്ത് ഒത്തിരി മികവോടെ നിർവഹിച്ചത് കൂടാരപ്പള്ളി ആൻഫിൻ ഷൈനാണ്. പ്രിയമുള്ളവരെ, വിൻസെന്റ് വാൻ ഗോഗിന്റെയും ലിയനാർഡോ ഡാവിഞ്ചിയുടെയും ഒക്കെ ചിത്രങ്ങളൊക്കെ നെറ്റിൽ നിന്ന് പരതി ഒത്തിരിയേറെ പഠിച്ചിട്ടാണ് പിതാവായ ദൈവത്തിന്റെ ചിത്രം പോലും ആൻഫിൻ അത് പൂർത്തീകരിച്ചത്. 3-4 ദിവസം മുഴുവനായി രാത്രിയും പകരമൊക്കെ എടുത്തിട്ടാണ് ആ ഒരു പിതാവായ ദൈവത്തിന്റെ ആ ഒരു ചിത്രം തന്നെ അവിടെ ആലേഖനം ചെയ്തത്. അത്രയേറെ ക്ഷമയോടും സമർപ്പണത്തോടും കൂടെ, അതിനപ്പുറത്തായി യാതൊരു പ്രതിഫലവും ദേവാലയത്തിൽ നിന്നും വാങ്ങാതെ വലിയ മനസ്സ് കാണിച്ച കൂടാരപ്പള്ളി ആൻഫിന്, അതുപോലെ കുടുംബത്തിന് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ IT അസിസ്റ്റൻസ് സാങ്കേതികമായ സഹായങ്ങളൊക്കെ നൽകിയ കൂടാരപ്പള്ളി ആച്ചി, സെബിൻ, മാത്യു, ജോസഫ് ഇവർക്ക് എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. കുഴിമാടങ്ങളൊക്കെ പലതും പൊട്ടിപ്പൊളിനൊക്കെ കിടക്കുകയായിരുന്നു. അതെല്ലാം സിമന്റ് ചെയ്ത് വൃത്തിയാക്കി ഒരുക്കിയത് നമ്മുടെ കപ്പേരായ പീഡികത്തറ ജെയിംസ് ആണ്. അതുപോലെ മതിലിന്റെ പല ഭാഗങ്ങളുമെല്ലാം തകർന്ന് കിടക്കുകയായിരുന്നു. അതെല്ലാം രാത്രിയിലും പകലിലുമൊക്കെയായി ഈ ദേവാലയത്തിൽ ആയിരുന്നുകൊണ്ട് മുഴുവൻ സമയവും സഹായിക്കുകയും അതുപോലെ ശ്രമദാനങ്ങളെല്ലാം നിർവഹിക്കുകയും ചെയ്ത ജെയിംസ് പീഡികത്തറയ്ക്കും ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ അതിനോടൊപ്പമായിരുന്ന ഷൈൻ കൂടാരപ്പള്ളി, ആന്റണി കുറ്റിയാത്ത്, അങ്ങനെയുള്ള ഒത്തിരി പേർ ഇതിന് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ നൽകിയ കൈക്കാരന്മാരായ ജോർജ് വെളിയൻ, തേരുള്ളിൽ ജോൺ എന്നിവർക്കും ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുന്നു. എല്ലാ വിധത്തിലും സഹായിച്ച നിങ്ങൾക്കും നന്ദി അർപ്പിക്കുകയാണ്. നിങ്ങളുടെ വലിയ പ്രാർത്ഥനയും പ്രോത്സാഹനവുമാണ് ഈ ഒരു പുനർനിർമ്മാണം പൂർത്തീകരിക്കുവാനൊക്കെ സഹായമായത്. തുടർന്നും നിങ്ങൾ സഹകരിക്കുക, സഹായിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ ഇടവകയുടെ ഉന്നതിയാണ് നമ്മുടെ എല്ലാവരുടെയും സന്തോഷം. ആയതുകൊണ്ട് നമ്മുടെ ഇടവകയിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരും തുടർന്ന് ഇതുപോലെ തന്നെ സഹകരിക്കുകയും പങ്കുചേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. സമാധാനാശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, ദിവ്യദാനത്താൽ പരിപോഷിതനായി അങ്ങേക്കാരനെ അപേക്ഷിക്കുന്ന ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങേ ആത്മാവിന്റെ വർഷത്താൽ സ്വർഗീയ ശക്തി പ്രവേശിച്ചവരിലെല്ലാം നിഷ്കളങ്കതയുടെ കൃപ നിലനിൽക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട്
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുകയും ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.